മുളിയാർ ബേഡെടുക്ക പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുണ്ടംകുഴി ചൊട്ട പാലം പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ദീർഘനാളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തുകാർ. ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമായ ബേഡെടുക്ക മുളിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചൊട്ട മുളിയാർ പാലം യാഥാർത്ഥ്യത്തിലേക്ക്. ബേഡെടുക്ക പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഇനി കാസർഗോഡ് നഗരത്തിലേക്ക് എളുപ്പത്തിലെത്താം. പയസ്സിനി പുഴയ്ക്ക് കുറുകെ മുളിയാർ ബേഡെടുക്ക പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കുണ്ടംകുഴി ചൊട്ട പാലം. ഏറെ നാളായുള്ള ജനങ്ങളുടെ സ്വപ്നമായിരുന്നു ഈ പാലമെന്നും ഉദ്ഘാടനം ഉടൻ ഉണ്ടാകുമെന്നും ഉദുമ MLA CH കുഞ്ഞമ്പു പറഞ്ഞു. ബേഡകം മുളിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചൊട്ട പാലം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലമായി ഇരുകരയിലുമുള്ള നിവാസികൾ ഈ ചൊട്ടയിലൊരു പാലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് കിഫ്ബി പദ്ധതിയിലൂടെ ചൊട്ടാപ്പാലത്തിന് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും നൽകി 18 കോടി രൂപയും അനുവദിച്ചു. അതിൻ്റെ പ്രവൃത്തി തുടങ്ങി ഇപ്പോൾ ചൊട്ടാപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. നവംബർ 3-ാം തീയതി ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ തുടർച്ചയായ മഴ കാരണം അതിൻ്റെ മിനുക്ക് പണി വേണ്ട പോലെ ചെയ്യാൻ പറ്റാതെ വന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ 3-ാം തീയതിയത്തെ ഉദ്ഘാടന പരിപാടി മാറ്റിവെച്ചു. അങ്ങനെയാണെങ്കിൽ പോലും പാലം യാഥാർത്ഥ്യമായി. പാലം വരുന്നതോടുകൂടി കുണ്ടംകുഴിയിൽ നിന്ന് ഇരിയണ്ണിയിലേക്കുള്ള യാത്ര വളരെ സുഖകരമാകും. ഇപ്പോൾ കുണ്ടംകുഴിയിൽ നിന്ന് ഇരിയണ്ണിയിലേക്കോ മുളിയാറിലേക്കോ പോകണമെങ്കിൽ ഒന്നുകിൽ കുറ്റിക്കോൽ ബേത്തൂർപ്പാറ ഇരിഞ്ഞിപ്പുഴ വഴി പോകണം, അതല്ലെങ്കിൽ ചെർക്കള വഴി പോകണം. മറ്റൊരു പാതയില്ല. പിന്നെ കുറച്ചും കൂടി എളുപ്പമുള്ളൊരു പാത തുറന്നത് പായം വഴി ഉടുപ്പങ്കല്ല് വഴി പോകുക എന്നതാണ്. അതും അത്ര നല്ല ഒരു പാതയല്ല. എന്നാൽ ഈ ചൊട്ടാപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കുണ്ടംകുഴിയിൽ നിന്ന് അഥവാ കുണ്ടംകുഴി പരിസര പ്രദേശത്തുള്ള ബേഡകം നിവാസികൾക്കും ഇരിയണ്ണിയും ചുറ്റുപാടുമുള്ള മുളിയാർ പഞ്ചായത്തിലെ നിവാസികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖകരമായ യാത്രക്ക് ഈ പാലം വളരെയേറെ ഉപകാരപ്രദമാകും. മാത്രമല്ല ഇരിയണ്ണി ഹയർ സെക്കൻഡറി സ്കൂൾ, കുണ്ടംകുഴി ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് പഞ്ചായത്തുകളിൽ അപ്പുറം നിൽക്കുന്ന സ്കൂളുകളാണ്. ഈ 2 സ്കൂളുകളിലേക്കും കുട്ടികൾക്കുള്ള യാത്രയും പഠന സൗകര്യവും ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാകും. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ പറയുന്ന പ്രദേശം മനോഹരമായ ഒരു പ്രദേശമാണ്. ഫോറസ്റ്റും അതുപോലെ തന്നെ കൃഷിഭൂമിയും എല്ലാം കൊണ്ട് ഒരു വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഈ ചൊട്ടപ്പാലം നിൽക്കുന്ന പ്രദേശം. ഭാവിയിൽ ടൂറിസത്തിനും അനന്ത സാധ്യതകളുണ്ട്. റിസോർട്ടുകൾ വരാനുള്ള സാധ്യതകളുള്ള പ്രദേശമാണ്. ഹോം സ്റ്റേക്ക് നല്ല സാധ്യതയുള്ള പ്രദേശമാണ്. ആ നിലയിൽ നമുക്ക് ചൊട്ടാപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വലിയ വികസന സാധ്യത ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നൊരു പ്രദേശം കൂടിയാണ് ഈ പരിസര പ്രദേശങ്ങളാകെ. കിഫ്ബിയിൽ 18.30 കോടി രൂപ ചിലവിട്ടുകൊണ്ടാണ് ചൊട്ട പാലത്തിന്റെ നിർമ്മാണം. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ബേഡെടുക്ക പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കാസർഗോട്ടേക്ക് തെക്കിൽ ആലട്ടി റോഡിലൂടെ കരിച്ചേരി പൊയ്നാച്ചി വഴി പോകാതെ കുറ്റിക്കോൽ ബോവിക്കാനം റോഡിലൂടെ 7 കിലോമീറ്റർ ദൈർഘ്യം കുറച്ചെത്താം. ഒപ്പം കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കർണാടകയിലെ സുള്യ, പുത്തൂർ, മംഗലാപുരം ഭാഗത്തേക്കും എളുപ്പവഴിയായി ചൊട്ടപ്പാലം മാറും. ദീർഘദൂരം സഞ്ചരിച്ച് കാസർഗോഡ് നഗരത്തിലെത്തുന്ന ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള ജനങ്ങൾക്ക് ചെറിയ ദൂരം സഞ്ചരിച്ചുകൊണ്ട് നഗരത്തിലെത്തുവാൻ സാധിക്കുമെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ. ന്യൂസ് 14 ലൈവ് കാസർഗോഡ്.